നമസ്കാരം. ഗുണ്ടാ നേതാവ് ഓം പ്രകാശ് പ്രതിയായ ലഹരി കേസിൽ കൊക്കൈൻ സാന്നിധ്യം സ്ഥിരീകരിച്ച് ഫോറൻസിക് റിപ്പോർട്ട്. ഇയാൾ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലാണ് കൊക്കൈന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. നേരത്തെ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി മാത്രമാണ് കൊച്ചിയിലെ ക്രൗൺ പ്ലാസ ഹോട്ടലിൽ എത്തിയതെന്ന വിശദീകരണവുമായി ഓം പ്രകാശ് എത്തിയിരുന്നു. കൊച്ചിയിൽ സിനിമാ താരങ്ങളായ ശ്രീനാഥ് ഭാസി, പ്രയാഗ മാർട്ടിൻ എന്നിവർ ഉൾപ്പെട്ട മയക്കുമരുന്ന് പാർട്ടി നടത്തിയത് ഓം പ്രകാശ് നേതൃത്വം നൽകിയ പാർട്ടിയിൽ ആണെന്ന് പോലീസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. നടനെയും നടിയെയും കണ്ടത് ഓം പ്രകാശും സ്ഥിരീകരിക്കുന്നുണ്ട്. എന്നാൽ തനിക്ക് മയക്കുമരുന്ന് കച്ചവടമില്ലെന്നാണ് പറയുന്നത്. ഇതാണ് പോലീസിന്റെ പുതിയ റിപ്പോർട്ട് തള്ളുന്നത്. കൊക്കൈൻ ഉപയോഗിച്ചതായി തെളിയിക്കാനാകാത്തതിനെ തുടർന്ന് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഓം പ്രകാശിന് ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓം പ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. ഇതോടെ ഓം പ്രകാശിന്റെ വാദങ്ങൾ കളവാണെന്ന് പറയുകയാണ് പോലീസ്. വിവാദത്തിൽ ഓം പ്രകാശ് നടത്തിയ പ്രസ്താവന വൈറലായിരുന്നു. കഴിഞ്ഞ 15 ദിവസമായി ആന്റിബയോട്ടിക് മരുന്ന് കഴിക്കുന്നയാളാണ് ഞാൻ. ലഹരി ഉപയോഗിക്കാൻ കഴിയില്ല. 2 കേസുകൾ മാത്രമാണ് എനിക്കെതിരെ നിലവിലുള്ളത്. എല്ലാ ആഴ്ചയും തിരുവനന്തപുരത്ത് കമ്മീഷണർ ഓഫീസിൽ പോയി ഒപ്പിടാറുണ്ട്. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ് എന്ന ലൈനാണ് തനിക്കുള്ളത്. വളരെ ശ്രദ്ധിച്ചാണ് മുമ്പോട്ട് പോകുന്നത്. പക്ഷേ ഇപ്പോൾ ഒരിടത്തും സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയാണെന്നും ഓം പ്രകാശ് പറഞ്ഞിരുന്നു. തന്നെ കേസിൽപ്പെടുത്തിയ പോലീസിനെ രൂക്ഷമായി ഓം പ്രകാശ് വിമർശിക്കുന്നുണ്ട്. നാർക്കോട്ടിക് ഈസ് എ ഡർട്ടി ബിസിനസ് എന്നത് സൂപ്പർ ഹിറ്റ് ചിത്രമായ 20-ാം നൂറ്റാണ്ടിൽ മോഹൻലാൽ കഥാപാത്രം പറഞ്ഞ് ശ്രദ്ധിക്കപ്പെട്ട ഡയലോഗാണ്. ഇതേ വഴിയിലാണ് താനെന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു ഓം പ്രകാശ്. എന്നാൽ ഈ കഥ തെറ്റാണെന്ന് പറയുകയാണ് പോലീസ്. മയക്കുമരുന്നുമായി നാളിതുവരെ ഒരു തരത്തിലുമുള്ള ഇടപാടും താൻ നടത്തിയിട്ടില്ലെന്നും തനിക്കെതിരെ കേസ് ഫ്രെയിം ചെയ്തതാണെന്നും ഓം പ്രകാശ് പറഞ്ഞിരുന്നു. റൂമിൽ മദ്യമുണ്ടായിരുന്നു. പല സുഹൃത്തുക്കളും എത്തി. എന്നാൽ പലരെയും തനിക്ക് പരിചയമില്ല. അക്കൂട്ടത്തിൽ വന്നവരാണ് ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും. ഭാസിയെ പരിചയപ്പെട്ടു. നന്നായി സംസാരിക്കുന്ന പയ്യൻ. ഷേക്ക് ഹാൻഡ് നൽകി. കെട്ടിപ്പിടിച്ചാണ് പിരിഞ്ഞത്. പെൺകുട്ടി നടി പ്രയാഗയാണെന്ന് പിന്നീടാണ് മനസ്സിലായത്. സിനിമയിൽ കാണുന്ന പോലെ രൂപഭംഗിയുണ്ടായിരുന്നില്ല. റൂമിൽ നിന്ന് ഒഴിഞ്ഞ ഒരു കവർ മാത്രമാണ് പോലീസ് കണ്ടെടുത്തത്. അതും എന്റെ റൂമിൽ നിന്നല്ല. എന്റെ റൂമിൽ നിന്ന് ഒരു സിഗരറ്റ് കുറ്റി പോലും കണ്ടെത്തിയിട്ടില്ലെന്നും പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് പോലീസ് ഫോറൻസിക് പരിശോധന നടത്തിയത്. ഇത് നിർണായക തെളിവായി മാറുകയാണ്. ഓം പ്രകാശ് താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിൽ കൊക്കൈൻ സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ NDPS ആക്ട് പ്രകാരം നടപടികൾ തുടരാൻ കൊച്ചി പോലീസ് നിർദ്ദേശം നൽകി. കേസിൽ ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിക്കാത്തതിനാൽ ഹോട്ടലിൽ കൊക്കൈന്റെ സാന്നിധ്യം സ്ഥിരീകരിക്കാൻ കഴിയാത്തത് കേസിൽ പോലീസിന് വലിയ വെല്ലുവിളിയായിരുന്നു. കൊക്കൈൻ ഉപയോഗിച്ചതായി തെളിയിക്കാനാകാത്തതിനെ തുടർന്നാണ് എറണാകുളം മജിസ്ട്രേറ്റ് കോടതി ഓം പ്രകാശിന് ജാമ്യം അനുവദിച്ചിരുന്നത്. എന്നാൽ ഫോറൻസിക് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓം പ്രകാശിന്റെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ അപേക്ഷ നൽകും. എന്നാൽ ഹോട്ടലിലെ മുറിയിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രമാണ് കൊക്കൈൻ സാന്നിധ്യം കണ്ടെത്തിയിരിക്കുന്നതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. കേസിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ശ്രീനാഥ് ഭാസിയും പ്രയാഗ മാർട്ടിനും കേസിൽ പ്രതികളാകുമോ എന്നതിൽ ഇനിയും പോലീസ് വ്യക്തത വരുത്തുന്നില്ല. നിലവിൽ അവർക്കെതിരെ തെളിവൊന്നുമില്ല. അവിടെ വന്നുപോയി എന്നതാണ് മൊഴി. അത് വിശ്വസിക്കുകയാണ് പോലീസ് ഇപ്പോഴും.